ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ തിരിച്ചടിയായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യയുടെ പേസ് കുന്തമുനയായ ജസ്പ്രീത് ബുംറ പങ്കെടുക്കില്ലെന്ന് BCCI ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. പരിക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തനാകാത്തതിനാലാണ് ബുംറയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. അദ്ദേഹത്തിന് പകരമായി ജമ്മു കശ്മീരിലെ യുവ ഫാസ്റ്റ് ബൗളറായ ഔക്കീബ് നബിക്ക് ആദ്യമായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വെളിയെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ടെസ്റ്റ് ബൗളിംഗ് ആക്രമണത്തിന്റെ ഹൃദയമാണ് ജസ്പ്രീത് ബുംറ. ലോകത്തിലെ ഏത് ബാറ്റിംഗ് നിരയ്ക്കും ഭീഷണിയാകുന്ന ബൗളറാണ് അദ്ദേഹം. പുതിയ പന്തിലും പഴയ പന്തിലും ഒരുപോലെ മാജിക് കാണിക്കാൻ കഴിയുന്ന ബുംറയുടെ അഭാവം ഇന്ത്യയെ എത്രത്തോളം ബാധിക്കുമെന്ന ആശങ്ക ആരാധകർക്കിടയിലുണ്ട്. BCCIയുടെ മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തലിൽ ബുംറയുടെ ഇടത് കാൽമുട്ടിലെ അസ്വസ്ഥത പൂർണ്ണമായി മാറിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരത്തെ കളത്തിലിറക്കുന്നത് പരിക്ക് കൂടുതൽ ഗുരുതരമാക്കാൻ സാധ്യതയുള്ളതിനാൽ യാതൊരു റിസ്ക്കും എടുക്കേണ്ടതില്ലെന്നാണ് തീരുമാനമായത്. ഇന്ത്യക്ക് മുന്നിലുള്ളത് വെറും ഒരു ശ്രീലങ്കൻ പരമ്പര മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ നിർണായക മത്സരങ്ങളും തുടർന്ന് വലിയ ടൂർണമെന്റുകളും വരാനിരിക്കുകയാണ്. അതിനാൽ ബുംറയെ ദീർഘകാലം ഫിറ്റായി നിലനിർത്തുകയാണ് ടീം മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ ബൗളിംഗ് നിരയെ നയിക്കുക ആരാകും എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. മുഹമ്മദ് സിറാജിന് കൂടുതൽ ഉത്തരവാദിത്വം വരും. അതോടൊപ്പം യുവ ബൗളർമാർക്ക് സ്വയം തെളിയിക്കാനുള്ള മികച്ച അവസരവുമാണിത്. ഈ വാർത്തയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഔക്കീബ് നബിയുടെ പേരാണ്. ജമ്മു കശ്മീരിൽ നിന്നുള്ള ഈ യുവ പേസർ ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിന്റെ പ്രതിഫലമായാണ് അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് ആദ്യ ടെസ്റ്റ് വിളിയെത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ പലപ്പോഴും വലിയ താരങ്ങളുടെ പരിക്ക് പുതിയ താരങ്ങളുടെ ഉദയത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ മുഹമ്മദ് സിറാജിനും അർഷീപ് സിംഗിനും ലഭിച്ച അവസരങ്ങൾ പോലെ ഇപ്പോൾ ഔക്കീബ് നബിയുടെ കരിയറിലും ഇതൊരു വഴിത്തിരിവാകുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. എന്നാൽ ആരാധകരുടെ പ്രധാന ആശങ്ക മറ്റൊന്നാണ്. ബുംറയ്ക്ക് വീണ്ടും വീണ്ടും പരിക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ബൗളിംഗ് ആക്ഷൻ ശരീരത്തിന് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ടോ, അതോ തുടർച്ചയായ ക്രിക്കറ്റ് ഷെഡ്യൂളാണോ കാരണം? കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബുംറയ്ക്ക് പരിക്കിനെ തുടർന്ന് നിരവധി പ്രധാന പരമ്പരകൾ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജോലിഭാരം കൃത്യമായി നിയന്ത്രിക്കണമെന്ന നിലപാടാണ് BCCI സ്വീകരിക്കുന്നത്. ശ്രീലങ്കയിലെ പിച്ചുകൾ സാധാരണ സ്പിന്നർമാർക്ക് അനുകൂലമാണെങ്കിലും പുതിയ പന്തിൽ വിക്കറ്റ് വീഴ്ത്തുന്ന ഒരു ലോകോത്തര ഫാസ്റ്റ് ബോളറുടെ സാന്നിധ്യം ഏത് ടീമിനെയും വലിയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ബുംറയുടെ അഭാവം ഇന്ത്യക്ക് ചെറിയ നഷ്ടമല്ല. അതേസമയം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഇത് വലിയ പരീക്ഷണമാണ്. പരിചയസമ്പന്നനായ ബുംറ ഇല്ലാതെ ബൗളിംഗ് മാറ്റങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും, യുവ ബൗളർമാരെ എങ്ങനെ ഉപയോഗിക്കും എന്നതും ഈ പരമ്പരയിൽ നിർണായകമാകും. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ ബുംറയുടെ ആരോഗ്യം മുൻഗണന നൽകുകയാണ്. ഒരു പരമ്പര ജയിക്കുന്നതിനേക്കാൾ വർഷങ്ങളോളം ബുംറയെ ഫിറ്റായി നിലനിർത്തുന്നതാണ് ഇന്ത്യൻ ടീമിന്റെ ദീർഘകാല താല്പര്യം. ഇപ്പോൾ എല്ലാ കണ്ണുകളും ശ്രീലങ്കൻ പരമ്പരയിലേക്കാണ്. ബുംറ ഇല്ലാതെ ഇന്ത്യ വിജയിക്കുമോ? ഔക്കീബ് നബി തന്റെ അരങ്ങേറ്റ അവസരം ചരിത്രമാക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്.